എല്ലാവർക്കും നമസ്കാരം. ഇൻഫിനിറ്റി മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് റിയൽ ലൈഫ് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് അരിതമെറ്റിക് സീക്വൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ മണി സേവ് ചെയ്യുന്നത്, അതുപോലെ മരങ്ങളുടെ വളർച്ച, സ്റ്റെപ്പിന്റെ പാറ്റേൺസ്, സീറ്റ് അറേഞ്ച്മെന്റ്സ്, അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്ന് വെച്ചാൽ ഒരു വേർഡ് പ്രോബ്ലം ആയിട്ടാണ് വരിക. അപ്പൊ വേർഡ് പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും കുറച്ച് ടെൻഷൻ ആയിരിക്കും അല്ലെ, കുറച്ച് ടഫ് പോലെ തോന്നും. പക്ഷെ നമുക്കിത് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ബോയ് സേവ്സ് ₹5 on the first day, ₹10 on the second day, ₹50 on the third day, and so on. How much does he save on the 20th day? സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സെന്റൻസ് കാണുമ്പോൾ പേടിക്കണ്ട. നമുക്ക് ഇതിന് സിമ്പിൾ ആയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനൊരു സീക്വൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഒരു കുട്ടി അല്ലെ ഫസ്റ്റ് ഡേയിൽ സേവ് ചെയ്യുന്നത് 5 രൂപയാണ്, സെക്കൻഡ് ഡേയിൽ അത് 10 rupees ആയി, ആൻഡ് തേർഡ് ഡേയിൽ 15 rupees ആയി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു സീക്വൻസിലേക്ക് കൺവേർട്ട് ചെയ്തൂടെ? ഫസ്റ്റ് ഡേയിൽ 5 rupees, സെക്കൻഡ് ഡേയിൽ 10 rupees, തേർഡ് ഡേയിൽ 15 rupees, അങ്ങനെ പോകുന്നെന്നാ പറഞ്ഞത്. അതായത് ഫോർത്ത് ഡേയിൽ ഇപ്പൊ ഇത് എത്രയായിരിക്കും? 5, 10, 15 പാറ്റേണിൽ പോകുന്നുണ്ടെങ്കിൽ 20 ആയിരിക്കും അല്ലെ? അങ്ങനെ പോകും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 20th ഡേയിൽ ആ കുട്ടി എത്രയാണ് സേവ് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? ഇപ്പൊ ഇതൊരു ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ പാറ്റേൺ ആയി. സോ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക ഏതാ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എത്രയാ? 5 ആണ്. കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും? 10 minus 5, which is equal to 5. സോ നമുക്ക് എത്രാമത്തെ ഡേയിലെയാണ് കണ്ടുപിടിക്കേണ്ടത്? 20th ഡേയിൽ അല്ലെ? 20th ഡേയിൽ. അപ്പൊ n ഇവിടെ എന്താ? 20 ആണ്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A20 കണ്ടുപിടിച്ചാൽ മതി. സോ നമ്മുടെ ഇക്വേഷൻസ് അറിയാലോ. an is equal to a plus n minus 1 into d. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ A20 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 5 plus n minus 1. n is 20. So n minus 1, 90 into d. Common difference 5. So നമുക്ക് എന്ത് കിട്ടും? 5 plus 19 into 5. 19 into 5 എന്ന് പറയുമ്പോൾ 95 വരും. So which is equal to 100. So ആ കുട്ടി 20ാമത്തെ ഡേയിൽ എത്ര രൂപയാണ് സേവ് ചെയ്യുന്നത്? 100 rupees ആണ് 20ാമത്തെ ഡേയിൽ സേവ് ചെയ്തത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. A tree grows 3 centimeter in the first week, 5 centimeter in the second week, 7 centimeter in the third week, and so on. Find the growth in the 15th week. Find the growth in the 15th week. അതായത് ഒരു
മരത്തിന്റെ വളർച്ചയാണ്. ആദ്യത്തെ വീക്കിൽ 3 സെന്റിമീറ്റർ വളർച്ചയും രണ്ടാമത്തെ വീക്കിൽ 5 സെന്റിമീറ്ററും തേർഡ് വീക്കിൽ 7 സെന്റിമീറ്റർ അങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 15th വീക്കിൽ ആ ട്രീ എത്ര ഗ്രോ ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റസ് ഫോം സീക്വൻസ് ഫോം ചെയ്താൽ ഇത് വരും. ഫസ്റ്റ് വീക്കിൽ 3, സെക്കൻഡ് വീക്കിൽ 5, തേർഡ് വീക്കിൽ 7 ഗോയിങ് ഓൺ. സോ ഫസ്റ്റ് ടേം ഐഡന്റിഫൈ ചെയ്യാം, which is 3, and common difference 5 minus 3, which is equal to 2, and what is n? നമുക്ക് എത്രാമത്തെ ആഴ്ചയിലെ കണ്ടുപിടിക്കേണ്ടത്? 15th അല്ലെ? സോ n equal to 15. സോ A15 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. A15 എന്ത് വരും? ഫസ്റ്റ് ടേം പ്ലസ് n minus 1. n minus 1 എന്ന് പറയുമ്പോൾ 15 minus 1 14 into 2. So 3 plus 28, which is equal to 31. So growth in the 15th week is 31 centimeter. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. In a hall, the first row has 20 seats. Second row has 24 seats. Third row has 28 seats, so on. And so on. Find the number of seats in the 12th row. Find the number of seats in the 12th row. So, ഒരു ഹാളില് ഫസ്റ്റ് റോയില് 20 സീറ്റ്സ് ആണുള്ളത്, സെക്കൻഡ് റോയില് 24 സീറ്റ്സ്, ആൻഡ് തേർഡ് റോയില് 28 സീറ്റ്സ്. അങ്ങനെയാണ് പോകുന്നത് സീറ്റ് അറേഞ്ച്മെന്റ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി സീറ്റ്സ് ഇൻ ദ 12th row. 12th റോയില് എത്ര സീറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് റോയിൽ എത്ര സീറ്റ് ഉണ്ട്? 20. സെക്കൻഡ് റോയില് 24, തേർഡ് റോയില് 28, എക്സെട്ര. സോ ഫസ്റ്റ് ടേം 20, കോമൺ ഡിഫറൻസ് 24 minus 24, and n equal to എത്രാമത്തെ റോയിലെ കണ്ടുപിടിക്കേണ്ടത്? 12th row. So n equal to 12. സോ നമുക്ക് A12 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ടേം 20 പ്ലസ് n minus 1. n minus 1 എന്ന് പറയുമ്പോൾ 11 times common difference 4. So we get 20 plus 44, which is equal to 64. So 12th row എത്ര സീറ്റ്സ് ഉണ്ട്? നമുക്ക് 64 സീറ്റ്സ് ആണ് ഉള്ളതെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. A girl saves rupees 2, rupees 4, rupees 6, etc. Find savings on 25th day. അപ്പോൾ ഒരു കുട്ടി 2 രൂപ, 4 രൂപ, 6 രൂപ അങ്ങനെ സേവ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 25ാമത്തെ ദിവസം ആ കുട്ടി എത്ര രൂപയാണ് സേവ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് സീക്വൻസ് ഫോം ചെയ്യാം. 2, 4, 6, 8, എക്സെട്ര അങ്ങനെ പോകും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എത്ര വരും? 2 വരും. കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് വരും? 4 minus 2, 2 വരും. ആൻഡ് നമുക്ക് n എന്താ വരിക? എത്രാമത്തെയാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 25th ഡേയ്സിലെ അല്ലെ? അപ്പൊ n equal to 25. സോ നമുക്ക് A25 കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടേം പ്ലസ് n minus 1 എന്ന് പറയുമ്പോൾ 24 times 2.
എന്ത് കിട്ടും നമുക്ക്? 2 + 24 × 2 ഇറ്റ്സ് 48. സോ 50 അല്ലേ? 50 rupees 25th ഡേയിൽ സേവ് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ ഇടുക. ഇൻ എ തിയേറ്റർ റോ സീറ്റ്സ് ആർ 15, 18, 21. ഫൈൻഡ് സീറ്റ്സ് ഇൻ 20th row. In a theatre, row seats are 15, 18, 21. Find seats in 20th row. അതായത് ഒരു തിയേറ്ററിൽ സീറ്റ് അറേഞ്ച്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ 20th റോയിൽ എത്ര സീറ്റ്സ് ആണെന്ന് ഉള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്താ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.